ഭാസ്കരക്കാരണവർ കൊലക്കേസിൽ പ്രതിക്ക് കിട്ടിയത് അസാധാരണമായ മുൻഗണന. പ്രതി ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനം അതിവേഗമാണ് ഉണ്ടായത്. ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷാ ഇളവെന്നും ആക്ഷേപം. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ ഭാസ്കരക്കാരണവർ വധക്കേസിൽ ഷെറിൻ ജയിലിൽ അകപ്പെട്ട സമയത്ത് തന്നെ ആ ദിവസങ്ങളിലൊക്കെ വളരെ കൃത്യമായി ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ജയിലിൽ ഷെറിന് കിട്ടുന്നത് വലിയ പരിഗണനയാണ്, മുന്തിയ പരിഗണന കിട്ടുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. യഥാർത്ഥത്തിൽ ഏതോ ഒരു വലിയ പരിഗണന ഷെറിന് കിട്ടുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴത്തെ സംഭവങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം 2009 നടന്ന ഒരു സംഭവമാണ് ചെങ്ങന്നൂരിലെ ഭാസ്കരക്കാരണവർ കൊലക്കേസ്. കൊലക്കേസിന് പിന്നാലെ ഒന്നാം പ്രതിയായി മരുമകൾ കൂടിയായ ഷെറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കുറ്റപത്രം അടക്കം സമർപ്പിച്ച് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. ആ ജീവപര്യന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയും ആ മന്ത്രിസഭാ യോഗത്തിൽ ഷെറിന് ഇളവുകൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. നിരവധി അർഹരായ ശിക്ഷ വിധിച്ച് കഴിയുന്ന ആളുകൾക്ക് പോലും നൽകാത്ത ഇളവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത്. കോടതിയിലും ഒപ്പം തന്നെ ഈ ജയിലിലും ജയിൽവാസം അനുഭവിച്ച സമയത്തും ഈ പ്രതിക്ക് കിട്ടിയത് അസാധാരണ മുൻഗണനയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനങ്ങൾ നടന്നതും അതിവേഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരു മാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ശുപാർശ മന്ത്രിസഭയ്ക്ക് മുൻപാകെ എത്തുന്നത്. മന്ത്രിസഭാ യോഗം അത് അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. ഈ ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ ധാരണയാകുമ്പോൾ ശുപാർശ അംഗീകരിക്കപ്പെടുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം എന്നുള്ളത് കോടതിയിൽ ജയിലിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ പ്രതി ഉണ്ടാക്കിയിട്ടില്ല. ഒപ്പം തന്നെ ഇവരുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തത് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇളവ് നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഷെറിന് മാത്രമായുള്ള ശിക്ഷാ ഇളവ് അർഹരായ നിരവധി പേരെ പിന്തള്ളി ആണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 20 വർഷം വരെ ശിക്ഷ അനുഭവിച്ചവർ പോലും ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. ഇവരെ അടക്കം പരിഗണിക്കാതെയാണ് 14 വർഷം ശിക്ഷ വിധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി നടക്കുന്ന ഘട്ടത്തിൽ ഷെറിന് ഇളവ് നൽകിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. വിവിധ ജയിലുകളിൽ ഷെറിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളടക്കം ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചിട്ടില്ല. ശാലിനി, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. ഈ ജയിലിനകത്ത് കഴിയുമ്പോഴും നിരന്തരം പ്രശ്നക്കാരിയായിരുന്നു ഷെറിൻ എന്നാണ് വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നത്. അങ്ങനെ പല തവണയാണ് ഷെറിനെ ജയിൽ മാറ്റത്തിന് വിധേയമാക്കിയത്. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് ഷെറിനെ അടിക്കടി മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു അച്ചടക്കവും ജയിലിൻ്റെ അകത്ത് ഷെറിൻ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പരിഗണിച്ചാണ്, ഒരാളുടെ നല്ല നടപ്പൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ശിക്ഷാ ഇളവൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഷെറിന്റെ കാര്യത്തിൽ ഈ നിയമങ്ങളെല്ലാം വഴിമാറിപ്പോയിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം നല്ല നടപ്പ് ഒപ്പം തന്നെ ജയിലിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഗണിച്ചുകൊണ്ടും വിവിധ ജയിലുകളിൽ ഇവർ കഴിഞ്ഞ കാലയളവിൽ ഇവരുടെ റെക്കോർഡ് എന്താണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഈ മുൻഗണനാ ലിസ്റ്റ് നൽകുന്നത്. ആഭ്യന്തര വകുപ്പ് നൽകുന്ന മുൻഗണനാ ലിസ്റ്റ് പരിശോധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ രോഗികൾ, പ്രായാധിക്യം മൂലം വിഷമതകൾ അനുഭവിക്കുന്നവർ, ഒപ്പം തന്നെ നല്ല നടപ്പ് പൂർത്തിയാക്കിയവർ, ഇവരെയൊക്കെ പരിഗണിച്ചാണ് മന്ത്രിസഭാ യോഗം അന്തിമം ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാനുള്ളത്. പക്ഷേ ഇവിടെ അക്കാര്യത്തിലുള്ള ഒരു രീതിയിലുമുള്ള പരിഗണനയോ അല്ലെങ്കിൽ നടപടികളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 14 വർഷം മാത്രം ഈ ഒരു കാലയളവ് പൂർത്തിയാക്കി ജയിലിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് പറയുകയും ചെയ്യുന്നത്. പക്ഷെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെന്ന് വെച്ചാൽ വിവിധ ജയിലുകളിലാണ്, തിരുവനന്തപുരം മുതൽ അങ്ങോട്ടേക്കുള്ള വിവിധ വനിതാ ജയിലുകളിൽ ഈ ഷെറിൻ താമസിപ്പിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സഹ തടവുകാരുമായിട്ടൊക്കെ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആശുപത്രിവാസം, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ട് കൂടെ ഉണ്ടായിരുന്നവരെ പീഡിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിക്കാണ് ആഭ്യന്തര വകുപ്പ് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ആ ശുപാർശ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുകയും മന്ത്രിസഭാ യോഗം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി ആ
മന്ത്രിസഭാ യോഗം എടുത്തിട്ടുള്ള തീരുമാനവും ശുപാർശയും രാജ്ഭവനിലേക്കാണ് എത്താൻ പോകുന്നത്. ഗവർണറുടെ മുൻപാകെ ഇത് എത്തുമ്പോൾ ഗവർണർ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് എന്തായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. കാരണം ഗവർണർ ഒപ്പുവെച്ചാൽ മാത്രമായിരിക്കും ഇവർക്ക് ഈ ഇളവ് ലഭിച്ചത് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തെളിയുകയുള്ളൂ. അതിൽ ഗവർണർ എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ ശാലിനി, സ്വാഭാവികമായും ഗവർണർ ഈ കേസിനെ കുറിച്ച് കൂടി പഠിച്ചു പോകുമല്ലോ. ജയിലിലെ ഇവരുടെ പെരുമാറ്റം, ഈ കൊല തന്നെ, ഈ ഭർത്താവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയ ആ അരും കൊല തന്നെ എത്രയോ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് നടത്തിയത്. ശാരീരിക വെല്ലുവിളികളുള്ള ഒരാളെ ഭർത്താവായി സ്വീകരിക്കുന്നു, എന്നിട്ട് ആ സ്വത്തിൽ അവകാശം ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് ആൺ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഭർത്തൃപിതാവിനെ വകവരുത്തുകയാണ്. അതിക്രൂരമായ കൊലപാതകം, വലിയ ഗൂഢാലോചന നടന്നു. 3 പ്രതികൾ, ഈ 3 പ്രതികളും ഷെറിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പരിചയപ്പെട്ട അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഈ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഷെറിൻ ഭർത്തൃപിതാവിനെ വകവരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതൊക്കെ ഗവർണറുടെ മുൻപിലേക്ക് എത്തുകയല്ലേ? നീലിമ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം 2009 ഈ സംഭവം നടക്കുമ്പോൾ ഓർക്കുട്ടിലൂടെ കണ്ടെത്തിയ ആൺ സുഹൃത്തുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ഒരു കൃത്യം അന്ന് ഷെറിൻ നടത്തിയത്. ശാരീരിക വൈകല്യമുള്ള ഭർത്താവിൽ നിന്നും പിന്നീട് ഈ സ്വത്തടക്കം തന്നിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം അമേരിക്കൻ മലയാളി കൂടിയായ പിതാവിന്റെ സ്വത്തിൽ ഒരു രീതിയിലുമുള്ള അവകാശം തനിക്കില്ല എന്ന് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഈ ഒരു കൊലപാതകത്തെ പറ്റി ഷെറിൻ ചിന്തിക്കുന്നതും കൂട്ടുപ്രതികളെ ഉൾപ്പെടെ കൂടെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ജയിലിലടക്കം ഷെറിൻ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അത് നല്ല നടപ്പടക്കം നടത്തിയിട്ടില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളും രേഖകളും ഒക്കെ തന്നെ എന്തായാലും ഗവർണർ തേടുമെന്നുള്ളതിൽ സംശയമില്ല. അതടക്കം പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക്. ശരി ശാലിനി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശാലിനി റിപ്പോർട്ട് ചെയ്തത്. പ്രതി ഷെറിന് ലഭിച്ചത് അസാധാരണ മുൻഗണനയാണ്. 14 വർഷത്തെ തടവ് ജീവിതത്തിന് ശേഷം ഷെറിൻ പുറത്തേക്ക് വരികയാണ്. ഇനി അവശേഷിക്കുന്നത് ഗവർണറുടെ അനുമതി പത്രം മാത്രമാണ്. വിവരങ്ങളാണ് ശാലിനി തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.